പ്യുവർ കൺസ്ട്രക്ഷൻ അഥവാ ശുദ്ധനിർമ്മിതിയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. HSS വിഭാഗങ്ങളിലാണ് പ്യുവർ കൺസ്ട്രക്ഷൻ മത്സരമുള്ളത്. 3 മണിക്കൂർ തത്സമയ മത്സരത്തിൽ 3 ചാർട്ടുകളാണ് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുക. ഇതിൽ ഒരു ചാർട്ടിൽ ഏത് ആശയമാണോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ ആശയത്തെ ബേസ് ചെയ്തിട്ടാണ് മറ്റു 2 ചാർട്ടുകളിലും നമ്മൾ വരയ്ക്കേണ്ടത്. ഇതിൽ അങ്കനം ചെയ്യാത്ത സ്കെയിൽ അഥവാ റൂളർ, കോമ്പസ് എന്നിവ മാത്രം ഉപയോഗിച്ച് വരയ്ക്കുന്ന ഒരു മത്സര ഇനമാണ് പ്യുവർ കൺസ്ട്രക്ഷൻ. അതായത് അളവുകൾ ഒന്നും എടുക്കാതെ വരയ്ക്കുന്ന നിർമ്മിതി. ചിത്രങ്ങൾ വരയ്ക്കുന്നത് പെൻസിൽ കൊണ്ട് മാത്രമായിരിക്കണം. നിർമ്മിച്ച ചിത്രത്തിന് നിറം കൊടുക്കുവാനോ മറ്റു രീതികളിൽ ഷെയ്ഡ് നൽകുകയോ ചെയ്യരുത്. നിർമ്മാണത്തിലെ കൃത്യത, ഉദ്ദേശിച്ച ആശയം എന്നിവ മൂല്യം നിർണ്ണയിക്കുന്നവർക്ക് ബോധ്യപ്പെടണം. നിർമ്മാണഘട്ടത്തിൽ ഉപയോഗിച്ചതായ ബിന്ദുക്കൾ, ചാപങ്ങൾ അതായത് ആർക്ക് എന്നിവ മായ്ച്ചു കളയുവാൻ ശ്രമിക്കരുത്. ചാർട്ടിൻ്റെ മാർജിനുകൾ വരയ്ക്കുന്നതിന് കളർ പെൻസിലോ മാർക്കറുകളോ ഉപയോഗിക്കാം. ഹെഡിങ്സ് എഴുതുന്നതിനും മാർക്കറുകൾ ഉപയോഗിക്കാം. നിർമ്മിക്കുന്ന ചിത്രങ്ങൾ ചാർട്ടിൻ്റെ വലുപ്പത്തിലുള്ളതാകുവാൻ പരമാവധി ശ്രമിക്കണം. അവതരിപ്പിക്കുന്ന ആശയത്തെ ഒരു ചാർട്ടിൽ പരമാവധി വലുതാക്കി വരയ്ക്കുകയും പൂർണ്ണതയിലെത്തുന്നതിന് മുമ്പുള്ള വിവിധ നിർമ്മാണ ഘട്ടങ്ങൾ വിശദമാക്കുന്ന ചിത്രങ്ങൾ, അതായത് വളർച്ചയുടെ ഘട്ടങ്ങൾ വിവരിക്കുന്ന ചിത്രങ്ങൾ ആവശ്യമെങ്കിൽ ചാർട്ടുകളിൽ വരയ്ക്കാം. നമ്മൾ പഠിക്കുന്ന പാഠഭാഗത്തെ ആശയങ്ങൾ മുൻനിർത്തിയായിരിക്കണം നമ്മൾ മത്സര ഇനത്തിലുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതായത് ഒരു എക്സാമ്പിൾ, 10ാം ക്ലാസ്സിലെ വൃത്തങ്ങൾ എന്ന പാഠത്തിൽ റെക്റ്റാങ്കിളിനെ തുല്യ പരപ്പളവുള്ള സ്ക്വയർ വരയ്ക്കുക. ഇതിൽ നിന്ന് ഈ ആശയത്തിൽ നിന്ന് നമുക്ക് പല ബഹുഭുജങ്ങൾ അതായത് പല പോളിഗൺസ് വരച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെയുള്ള അനേകം ഉദാഹരണങ്ങൾ നമ്മുടെ പാഠഭാഗത്തുണ്ട്. ഇതിൽ നിന്നുള്ള ആശയങ്ങളുടെ വളർച്ചയായിരിക്കണം നമ്മുടെ നിർമ്മിതികളിൽ ഉണ്ടാകേണ്ടത്. ഒരു ചാർട്ടിൽ എന്ത് വരയ്ക്കുന്നു ആ ആശയത്തിൻ്റെ തുടർച്ചയായിരിക്കണം മറ്റു 2 ചാർട്ടുകളിൽ ഉൾപ്പെടുത്തേണ്ടത്. ആശയങ്ങൾ, നമ്മൾ വരച്ചിട്ടുള്ള ചാർട്ടിലെ ആശയങ്ങൾ മൂല്യനിർണ്ണയത്തിന് വരുന്ന വിധികർത്താക്കൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഫലപ്രദമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് പ്യുവർ കൺസ്ട്രക്ഷനിലെ മിടുക്ക്. അടുത്ത വീഡിയോയിൽ അടുത്തൊരു മത്സര ഇനവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.